അടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സ്റ്റേറ്റിലെ ഒരു പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്നുള്ളതിൻ്റെ ബേസിൽ. അപ്പോൾ അതിനൊന്നാമത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനം അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരു റീകോൾ ചെയ്യേണ്ട ചില കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്, അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷനാണ് അയോൺ അയോൺ ഇൻട്രാക്ഷൻ. അപ്പോൾ അയോൺ അയോൺ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. പിന്നെ രണ്ടാമത്തെ ഇൻട്രാക്ഷനാണ്, ഇപ്പം ഈ അയോൺ അയോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അയോണിക് ബോണ്ട് അല്ലേ. അപ്പോൾ അയോണിക് ബോണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞിട്ടുണ്ട് NaCl എന്ന് പറയുന്നത് Na+ഉം Cl- കണക്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഫോമുല എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ Na+ എന്ന് പറയുന്ന സാധനം 6 Cl- അയോണും, അല്ലെങ്കിൽ ഒരു Cl- എന്ന് പറയുന്ന സാധനം 6 Na+ അയോണും സറൗണ്ട് ചെയ്തിട്ടുള്ളൊരു 3 ഡയമെൻഷനൽ അറ്റമില്ലാത്തൊരു എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ ക്രിസ്റ്റലിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ട്രക്ചറാണത്. അതൊരിക്കലും ഒരു Na+ഉം ഒരു Cl- അല്ല. അപ്പം അതൊരു 3 ഡയമെൻഷനൽ നെറ്റ്വർക്കാണ്. അതേ സ്ഥാനത്ത് നമ്മൾ കോവലൻ്റ് ബോണ്ട് HCl എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും തമ്മിലുള്ള കണക്ഷനാണ്. പക്ഷേ 2 HCl മോളിക്യൂളിനെ എന്ത് കണക്ട് ചെയ്യുന്നു എന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഈ ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു സൈഡിൽ, നെഗറ്റീവ് ചാർജ് ഒരു സൈഡിൽ, വേറൊരു ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ രണ്ട് സാധനം എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഇതിനാണ് എന്ത് പറയുന്നത്? ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മോഡിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ബോണ്ട് ഏതാണെന്ന് വെച്ചാൽ, ഈ ഡൈപോൾ ഇൻട്രാക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണാണ് ഒരു ഹൈഡ്രജൻ ബോണ്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുക ഒരു നെയ്ക്കഡ് പ്രോട്ടോണാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ടാവും, നമ്മൾ പലതിലും കണ്ടതാണ്. ഈ ലോൺ പെയറിന് എന്ത് ചെയ്യാം? ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യാം. ഈ അട്രാക്ഷനേക്കാൾ ശക്തിയുള്ള മറ്റൊരു ഡൈപോൾ ഇൻട്രാക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഹൈഡ്രജൻ ബോണ്ടിനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തത്. സോ ദ ഹൈഡ്രജൻ ബോണ്ട് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഡൈപോൾ ഇൻട്രാക്ഷൻ. പിന്നെ ഇതും ഇല്ലാത്ത ഇപ്പോൾ ഹീലിയം ഒരു ബലൂണിൽ നിറക്കണമെന്നുണ്ടെങ്കിൽ 2 ഹീലിയം അടുത്തടുത്ത് വരണ്ടേ. അപ്പോൾ അത് എന്ത് ഫോഴ്സാണ് ഈ ഹീലിയത്തിന് അടുത്തടുത്ത് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞിട്ടൊരു ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ 2 കുട്ടികൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുകയാണ്. അതിൽ എല്ലാവരും ഇങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കക്ഷി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്തുള്ള ആളോട് എന്തോ ഒന്ന് ചോദിക്കും. അത് ചോദിച്ചാൽ പിന്നെ മറു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരാൾക്ക് സ്വമേധയാ എന്തോ ചോദിക്കാനുള്ളൊരു ത്വര ഉണ്ടായി, പിന്നെ അടുത്ത ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിന് പറയാം ഇൻസ്റ്റൻറ്റേനിയസ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്നാണ്. ഇൻഡ്യൂസ്ഡ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇൻസ്റ്റൻറ്റേനിയസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹീലിയത്തിൽ ഒരു പ്രോട്ടോണും 2 ഇലക്ട്രോണുമാണുള്ളത്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ സൈഡിൽ തന്നെ വരണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ സൈഡിലായിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ 2 ഇലക്ട്രോൺ ഒരേ സ്ഥലത്ത് വന്നു ബൈ ചാൻസ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആടെന്തായി? ഒരു പോസിറ്റീവ് ഈ സൈഡിലും നെഗറ്റീവ് ചാർജ് ഈ സൈഡിലുമായി. ഇതെന്തെന്നാന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ എന്നാണ് പറയുക, ആകസ്മികമായിട്ട് സംഭവിക്കുന്നത്. ഈ സാധനം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്തൊരു ഹീലിയത്തിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേര് ഇൻസ്റ്റൻറ്റേനിയസ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്നാണ്. അതിന് നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? ലണ്ടൻ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്രയും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡാണ്. അപ്പോൾ അയോണിക് സോളിഡ് എടുത്താൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് അയോൺസ്. സച്ച് സോളിഡ്സ് ആർ ഫോംഡ് ബൈ 3 ഡയമെൻഷനൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ബൗണ്ട് ബൈ സ്ട്രോങ് കൂളംബിക് ഫോഴ്സസ്.
അയോണിക് ബോണ്ട് തന്നെയാണിത് സംഭവം. പക്ഷേ നമ്മൾ അയോണിക് ബോണ്ടിനെ പറ്റി പറയുമ്പം ഒരു പോസിറ്റീവ് ചാർജിനെയും ഒരു നെഗറ്റീവ് ചാർജിനെയും പറ്റി പറയുന്നു. പക്ഷേ അങ്ങനെയല്ലത്. അതൊരു ഒരു ഒരു കുറേ പോസിറ്റീവ് ചാർജുകളുടെയും കുറേ നെഗറ്റീവ് ചാർജുകളുടെയും ഒരു കടലാണ്. അപ്പം ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ അയോണിക് സോളിഡിൽ ഇൻട്രാക്ഷനായിട്ട് കാണുന്നത്. ദ സോളിഡ്സ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. ഒരു ഉപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് താഴെ ഇട്ട് നോക്കിയാൽ അതിങ്ങനെ പറഞ്ഞ് പൊട്ടിത്തെറിക്കൂലേ, അതിനെയാണ് ബ്രിട്ടിൽ എന്ന് പറയുന്നത്. പൊട്ടിത്തെറിക്കൂല, ഇതിനെ സൗണ്ട് ഉണ്ടാക്കുന്നതല്ല, അത് നിലത്ത് വീണാൽ ഇങ്ങനെ ചെതറൂലേ എന്നാണ് ഉദ്ദേശിച്ചത്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അയോണിക് കോമ്പൗണ്ട്സിന് അത് നമ്മൾ പഠിച്ചാണ്. സിൻസ് ദ അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സാൾട്ട് എടുത്താൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതേ സ്ഥാനത്ത് ഇത് ചൂടാക്കിയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉരുകിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. അതേപോലെ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചാലും എന്തുണ്ടാവും, മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ Na+ ചാർജ് കെയർ ചെയ്യാം, Cl- ചാർജ് കെയർ ചെയ്യാം. അതുകൊണ്ട് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഒരു ചോദ്യത്തിന് സ്കോപ്പ് ഉണ്ട്. ദി അയോണിക് ക്രിസ്റ്റൽസ് does not conduct electricity in the solid state, whereas it conduct electricity in the molten state and in the aqueous solution. Why? അപ്പോൾ ആ ഒരു ചോദ്യം എഴുതിക്കോളൂ, അതിന് ഉത്തരം എഴുതണം. ഇനി മെറ്റാലിക് സോളിഡിലേക്ക് പിന്നീട് വരാം. പിന്നെ മോളിക്കുലാർ സോളിഡ്സിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെയ്ഡ് ഓഫ് മോളിക്യൂൾസ് കൂട്ടി വെച്ചിട്ടുണ്ടാക്കുന്ന ക്രിസ്റ്റൽസിനാണ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിലുള്ളതല്ല. നമ്മൾ നന്നായി തണുപ്പിച്ചിട്ട് ഐസ് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചറിനേക്കാളൊക്കെ ഒരുപാട് താഴെ ടെമ്പറേച്ചർ താഴ്ത്തിയാൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർഗൺ, ഹീലിയം, ക്ലോറിൻ, അയോഡിൻ ഇങ്ങനത്താണ്. അപ്പോൾ ആർഗണിന് സ്വന്തമായിട്ട് ആറ്റം എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആറ്റംസ് ആർ ബൗണ്ട് ടുഗദർ. അതേ സ്ഥാനത്ത് ഹൈഡ്രജനും ക്ലോറിനും ദേ ആർ നോട്ട് സ്റ്റേബിൾ ആസ് ഇറ്റ് ഈസ് എൻ ആറ്റം. അപ്പോൾ മോളിക്യൂൾ ഉണ്ടാവും. സോ മോളിക്യൂൾസ് ആർ ടുഗദർ. അപ്പോൾ ഹൈഡ്രജൻ ക്രിസ്റ്റൽ ഉണ്ട്, ക്ലോറിൻ ക്രിസ്റ്റൽ ഉണ്ട്, അയഡിൻ ക്രിസ്റ്റൽ ഉണ്ട്. അയഡിൻ ക്രിസ്റ്റൽ more or less feasible ആണ് റൂം ടെമ്പറേച്ചറിൽ. ദ കൺസ്റ്റിറ്റ്യൂവൻസ് ആർ ഹെൽഡ് ബൈ വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. ദീസ് സോളിഡ്സ് ആർ സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു സാധ്യതയില്ല, കാരണം ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇല്ല. ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ആർ യൂഷ്വലി ലിക്വിഡ് ഗ്യാസസ് states that gaseous state at room temperature and pressure. എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിൻറ്റും ലോ ബോയിലിംഗ് പോയിൻറ്റും ഒക്കെയാണ്. റൂം ടെമ്പറേച്ചറിൽ സാധാരണ ഗ്യാസോ ലിക്വിഡോ ആയിരിക്കും, സോളിഡ് ആവാനുള്ള സാധ്യതയില്ല. ഞാൻ ആദ്യം പറഞ്ഞു. പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓഫ് പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഡൈപോളുള്ള, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ പൊളാരിറ്റി ഉണ്ടാവും. അങ്ങനത്തേനെയാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഡൈപോൾ ഉണ്ടാവും. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഇൻട്രാക്ഷൻ ഡൈപോൾ ഇൻട്രാക്ഷനാണ്. ദീസ് സോളിഡ്സ് ആർ സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിലും ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഒന്നുമില്ല, അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പിന്നെ ദെയർ മെൽറ്റിംഗ് ഈ മേലെ ഉള്ള, അതായത് ലണ്ടൻ ഫോഴ്സിനേക്കാൾ കുറച്ച് സ്ട്രോങ് ആണ് ഡൈപോൾ ഇൻട്രാക്ഷൻ. അതുകൊണ്ട് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇതും ഒരു എന്താ പറയുക, റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള അത്ര കണക്ഷനും സ്ട്രെങ്ത് ഒന്നും ഇല്ല ഇതിൻ്റെ ബോണ്ടിന്. എന്നാലും ഈ സൾഫർ ഡയോക്സൈഡും NH3 ഒക്കെ ഉള്ളതിൽ വെച്ചിട്ട് ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിട്ടുള്ള പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ വെച്ചിട്ട് പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഡൈപോൾ ഇൻട്രാക്ഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ആണ്. മെയ്ഡ് ഓഫ് പോളാർ മോളിക്യൂൾസ് ഹാവിങ് ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ ഓർ നൈട്രജൻ ഓർ ഓക്സിജൻ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫ്ലൂറിനും നൈട്രജനും ഓക്സിജൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ലോൺ പേസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഇപ്പോൾ H2 പോലെ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് കണക്ട് ചെയ്താൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ അടുത്ത് ഓക്സിജൻ പോകും. അപ്പം എന്താവും, ഹൈഡ്രജൻ്റെ പ്രോട്ടോണ് മാത്രമാവും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, അടുത്തുള്ള പേസ് ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ബൈൻഡ്സ് ദ മോളിക്യൂൾസ് സച്ച് ആസ് സോളിഡ് ലൈക്ക് H2O. കാരണം ഐസ് സോളിഡായി നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അടുത്തത് മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് മാത്രമുള്ള സാധനമാണ്. മെറ്റൽസ് മാത്രമുള്ള ക്രിസ്റ്റൽസ് ആണ്.
അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. ഇനി ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, എങ്ങനെയാണ് ഈ മെറ്റൽസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിങ്ങനെയാണ്, ദേ ആർ orderly collection of positive ions surrounded by and held together by a sea of free electrons. അതായത് ഈ മെറ്റൽസിൻ്റെ കേണൽ എന്നാണ് അതിന് പറയുക. എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ ന്യൂക്ലിയസും അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസും അങ്ങനെ എന്ത് ചെയ്യാണ്, ഇതിലിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്, ഈ കടലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പോലെ. ഈ കടൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കടലാണ്. അപ്പോൾ ഈച്ച് മെറ്റൽ ആറ്റം കോൺട്രിബ്യൂട്ട്സ് 1 or more electrons towards this sea of mobile electrons. These electrons are mobile and are very evenly spread out throughout the crystal. അപ്പോൾ ഓരോ മെറ്റലും, ഇപ്പോൾ നമ്മൾ അയൺ ആണ് ഉദ്ദേശിക്കുന്നതിൽ, ഓരോ അയൺ 56 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ അതിൽ ഒരു പിന്നെ അവസാനത്തെ ഒരു 2-3 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെ അതെല്ലാവരും കൂടി കോമൺ സ്വത്താണ്, നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്ന പോലെ. അപ്പോൾ അതിങ്ങനെ ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അതിലിങ്ങനെ മുക്കി വെച്ചാലേക്കും എന്തുണ്ടാവുക, പോസിറ്റീവ്ലി ചാർജ്ഡ് കേണൽ ഉണ്ടാവുക. These free and mobile electrons are responsible for high electrical and thermal conductivity of the metal. അപ്പോൾ ഇതാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കാരണം. When an electric field is applied, these electrons flow through the network of the positive ions. Similarly, when heat is supplied to one portion of the metal, the thermal energy is uniformly spread throughout by free electrons. Another important characteristics of metal is their luster and color in certain cases. This is also due to the presence of free electrons in them. Metals are highly malleable and ductile. അപ്പോൾ ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും, അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽസ് ആർ കെപ്റ്റ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ദി സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പം ഗ്രാഫൈറ്റിനെ പറ്റി പറയുമ്പോൾ ഗ്രാഫൈറ്റ് നമുക്കറിയാം, ഗ്രാഫൈറ്റ് ഈസ് ബ്ലാക്ക് സ്ലിപ്പറി സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് ദി ലെഡ് ഇൻ ദി പെൻസിൽ ആൻഡ് ആസ് എൻ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഇൻ ബാറ്ററിയിലൊക്കെ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യാണ്, പേപ്പറിൽ ഈ ഗ്രാഫൈറ്റിൻ്റെ ലേയേഴ്സ് ഇങ്ങനെ വീഴാണ്, അതാണ് എഴുത്തായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ ഗ്രാഫൈറ്റിന് എങ്ങനെ കിട്ടിയെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അപ്പോൾ ഗ്രാഫൈറ്റ് ഈസ് എ കോവലന്റ് നെറ്റ്വർക്ക് സോളിഡ് കൺസിസ്റ്റിംഗ് ഓഫ് 2-dimensional sheets of 6-membered ring in which each carbon atom uses sp2 hybrid orbitals to form trigonal planar bond to 3 neighboring carbon atoms. ഇതിൽ ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. The fourth valence electron of each atom is present between different layers and is free to move about. These free electrons make graphite a good conductor of electricity. Different layers can slide one over the other. This makes the graphite a soft solid and a good solid lubricant. എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രക്ചറിൽ നോക്കിയാൽ കാണാം, ഈച്ച് കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ടില്ലേ, ഗ്രാഫൈറ്റ് ഈസ് എ കോവലന്റ് നെറ്റ്വർക്ക് സോളിഡ് കൺസിസ്റ്റിംഗ് ഓഫ് 2-dimensional sheets of 6-membered ring. ഇതാണ് ആ 6-membered ring. അപ്പോൾ ഇതിലെ 6-membered ring എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ 6 കാർബൺ ആറ്റം വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് യൂസ് ചെയ്യുക. അപ്പോൾ sp2 എന്ന് പറഞ്ഞാൽ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു എസും 2 പിയും കൂടി ചേർന്നിട്ടാണ് sp2 ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള ഒരു p ഓർബിറ്റൽ ഉണ്ടാവും. ആ ഒരു p ഓർബിറ്റൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ കാർബണിലും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും, തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലാണ് 4ാമത്തെ ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പം the fourth valence electron of each atom is present between different layers and is free to move about. This free electrons makes graphite good conductor of electricity. അപ്പം ഓർക്കണേ, ഒരു നോൺ മെറ്റൽ ആയിട്ടുള്ള കാർബണാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നത്. ഇറ്റ്സ് നോട്ട് എ മെറ്റൽ.
അതാണ് കെമിസ്ട്രിയുടെ അത്ഭുതം. കെമിസ്ട്രി ഈസ് ദ സബ്ജക്റ്റ് ഓഫ് എക്സെപ്ഷൻസ്. ഇവിടെ ഈ എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പി ഓർബിറ്റലും ആ പി ഓർബിറ്റലിലെ ഇലക്ട്രോണും ഫ്രീ ആണ്. ഇറ്റ് ഈസ് ഫ്രീ ടു ഫ്ലോ. അപ്പം ദീസ് ഫ്രീ ഇലക്ട്രോൺസ് മേക്ക് ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഡിഫറെൻറ്റ് ലേയേഴ്സ് ക്യാൻ സ്ലൈഡ് വൺ ഓവർ ദി അതർ. ദിസ് മേക്സ് ഗ്രാഫൈറ്റ് എ സോഫ്റ്റ് സോളിഡ് ആൻഡ് ഗുഡ് സോളിഡ് ഡ്യൂപ്ലിക്കൻറ്റ്. എന്ന് പറഞ്ഞാൽ സോളിഡ് ഡ്യൂപ്ലിക്കൻ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം എങ്ങനെ, അതായത് the atom in each sheets are offset slightly from the atom in the neighboring sheets. എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഇങ്ങോട്ട് തള്ളിയിട്ടാണുള്ളത്, ഇത് കുറച്ച് അങ്ങോട്ട് തള്ളിയിട്ടു. അപ്പോൾ എന്ത് ചെയ്യാന്ന് അതിൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹെക്സഗണൽ ഷീറ്റിന് ഇതിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് ഡയമണ്ട് ആണ്. ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് നോൺ സബ്സ്റ്റൻസ്. ഭൂമിയിൽ പ്രകൃത്യാ ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട്. ഇൻ അഡീഷൻ ടു ഇറ്റ്സ് യൂസ് ഇൻ ജ്വല്ലറി, ഡയമണ്ട് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻഡസ്ട്രിയലി ഫോർ ദ ടിപ്സ് ഓഫ് ദ സോ ബ്ലേഡ്സ്. എന്ന് പറഞ്ഞാൽ വളരെ എന്താ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ വാളുണ്ടാക്കുന്നത് ഡയമണ്ട് വെച്ചിട്ടാണ്. And an electric insulator. It is an electric insulator and has the melting point of over 3550 degrees Celsius. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 3550 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഡയമണ്ട് ഹാസ് 3-dimensional ഇന്റർലോക്ക്ഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രോങ് സിംഗിൾ ബോൺസ് ഫോംഡ് ഔട്ട് ഓഫ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. വളരെ ചുരുക്കിയിട്ടുള്ള ഓരോ വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കാർബൺ ആറ്റം ദാറ്റ് ടൈ ഓൾ ദ ആറ്റംസ് ഇൻ ക്രിസ്റ്റൽ ടുഗദർ. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർബൺ ആറ്റം എന്ത് ചെയ്യാണ്, 4 കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. അതുപോലെ ഓരോ കാർബൺ ആറ്റവും എന്ത് ചെയ്യും, വീണ്ടും 4 കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നെറ്റ്വർക്കായിട്ട്. ഇതൊന്ന് വരച്ച് പഠിക്കണേ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഡയമണ്ട് ഹാസ് 3-dimensional ഇൻ്റർലോക്ക്ഡ് നെറ്റ്വർക്ക്. എന്ന് പറഞ്ഞാൽ ഓരോ കാർബൺ ആറ്റവും 4 കാർബൺ ആറ്റമായിട്ട് ഒരു ഒഴിവും ഇല്ലാതെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓഫ് സ്ട്രോങ് സിംഗിൾ ബോണ്ടാണ്. ഫോംഡ് ഔട്ട് ഓഫ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് കാർബൺ ആറ്റം ദാറ്റ് ടൈ ഓൾ ദ ആറ്റംസ് ഇൻ ദ ക്രിസ്റ്റൽ ടുഗദർ. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു ക്രിസ്റ്റലിൻ്റെ മുകളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ ആ കാർബൺ ആറ്റം ഒക്കെ 4 ബോണ്ട് വഴി ഈ ക്രിസ്റ്റലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ശക്തി. അപ്പം ഈ സ്ട്രക്ചറും ഈ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണിച്ചത്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഈ മോളിക്കുലാർ സോളിഡ് ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പാണ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ മോളിക്കുലാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഇങ്ങനെ ഒരു കള്ളി വരിക, എന്നിട്ട് അതിൽ ഓരോന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും 1, 2, 3, 4 കോളം ഉണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ എക്സാമ്പിളും അങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊരു പേപ്പറിൽ പ്രസൻറ്റ് ചെയ്താൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റും. അതേപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക്, കോവലൻ്റ് ആൻഡ് മെറ്റാലിക് മോളിക്കുലാർ ക്രിസ്റ്റൽസ്. ഇതാണ് ഈസി വേ.